ഹായ്, നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു 20 മിനിറ്റ് നമുക്ക് ഒരു കപ്പ് തുവരപ്പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയും കൂടെ ഇട്ട് വെക്കാം കേട്ടോ, ചൂടുവെള്ളത്തിൽ. പെട്ടെന്ന് പുളി ഇറങ്ങട്ടെ. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. കുക്കറിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് തുവരപ്പരിപ്പ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നതിനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. വെന്ത് വന്ന പരിപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടാം. എൻ്റെ കയ്യിലിപ്പം വഴുതനങ്ങ, ക്യാരറ്റ്, ബീൻസ്, ചുരയ്ക്ക, മത്തങ്ങ, വെണ്ടയ്ക്ക, തക്കാളി, സവോള, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, ഇത്രയും സാധനമാണ് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ അകത്ത് വെണ്ടയ്ക്കയും തക്കാളിയും ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും ഞാൻ ഈ പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ പുളി ഇട്ട് വെച്ചിട്ടില്ലേ, നമ്മൾ പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് എണ്ണയിൽ നമ്മുടെ കയ്യിലുള്ള ഈ വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഒന്ന് വഴറ്റി ചേർക്കാം. നന്നായിട്ട് വഴറ്റി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊഴുപ്പ് അധികം ഇറങ്ങില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് വഴറ്റുന്നത്. മുരിങ്ങയ്ക്കയും ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ച് ചേർക്കാം. താളിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടിയെല്ലാം മൂപ്പിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്തിടുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് പൊടി ആഡ് ചെയ്യാം. തീ സിമ്മിൽ വെച്ചേക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1.5 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത്. പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ഇതിനെ ആഡ് ചെയ്യാം. കൂട്ടത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വഴറ്റി വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് പോരാത്ത ഉപ്പും കൂടെ ഇട്ട് അവസാനം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ദോശയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ പൊളിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് പിന്നെ കാണാം. ബൈ.